നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. താപനില ഇനിയും ഉയരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ പുറത്ത് ജോലി ചെയ്യുന്നതിന് മിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ പുറമെ ബഹ്റൈനിൽ വ്യാഴാഴ്ച മുതൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിലെ കാലാവസ്ഥാ ഡയറക്ടറേറ്റാണ് രാജ്യത്ത് പുതിയ മുന്നറിയിപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കാലാവസ്ഥയിൽ സ്ഥിരമായി 40 ദിവസം വരെ ശക്തമായ കാറ്റ് നീണ്ടു നിൽക്കുകയാണ് പതിവ്. ഈ ആഴ്ച അവസാനത്തോടെ കാറ്റിന്റെ വേഗത വർദ്ധിക്കുമെന്നും ഒപ്പം പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. കൂടാതെ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ താപനില വരും ദിവസങ്ങളിൽ ജൂണിലെ ശരാശരി താപനിലയേക്കാൾ ഉയരുമെന്നുമാണ് ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ കനത്ത രീതിയിൽ താപനില ഉയരുന്ന കുവൈത്തിൽ 50 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹജ്റ ഭാഗത്ത് 52 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത്. സുലൈബിയയിൽ 51 ഡിഗ്രി, അബ്ദലി, നുവൈസീബ് എന്നിവിടങ്ങളിൽ 50 ഡിഗ്രി എന്നിങ്ങനെ താപനില രേഖപ്പെടുത്തി. അടുത്തയാഴ്ച ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സൂര്യതാപം നേരിട്ടേൽക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിലക്കുള്ള സമയത്ത് തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതുപോലെ തന്നെ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ വാഹനങ്ങളിൽ സൂക്ഷിക്കരുതെന്ന സൗദി സിവിൽ ഡിഫൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഗ്യാസ് ബോട്ടിലുകൾ, ലൈറ്ററുകൾ, ഫോൺ ബാറ്ററികൾ, പവർ ബാങ്ക്, ഹാൻഡ് സാനിറ്റൈസർ, പെർഫ്യൂം ബോട്ടിലുകൾ തുടങ്ങിയവ വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇത്തരം വസ്തുക്കൾ ഉയർന്ന താപനിലയിൽ പൊട്ടിത്തെറിക്കുന്നതിനും അഗ്നിബാധയ്ക്കും ഇടയാക്കിയേക്കുമെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.